വളമരുതൂര് ജംഗ്ഷനിലാണ്. വളമരുതൂര് ജംഗ്ഷൻ. തിരൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 14 കിലോമീറ്റർ. കുട്ടി 14.5 13. എത്രയൊക്കെ കിലോമീറ്റർ. അപ്പൊ അത്രയും കിലോമീറ്റർ താണ്ടിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി പോയ എൻ്റെ വീട് കേട്ടോ. അപ്പോൾ നമ്മള് തിരൂരാണ് താമസം. അപ്പോൾ ബേബിയേട്ടൻ്റെ കട അല്ല, ബേബിയേട്ടൻ്റെ ഫാൻസി കടയിൽ ഒരു അസൽ സാധനം വന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചതാണ്. എവിടെ ദൃക്സാക്ഷി പോയാ മണിയേട്ടൻ പോയി. എന്താ സംഭവം എന്നുള്ളത് എനിക്ക് അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ കയറിയിരിക്കുന്നത് ചേരയെന്നൊരു കൂട്ടർ പറയുന്നുണ്ട്, മൂർഖനാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതാ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും വന്നിട്ട് നിൽക്കുകയാണ്. എൻജിലൊക്കെ ഉണ്ട്, എല്ലാവരും കാണികളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കുറേ എടുത്ത് മാറ്റാണ്ട്, കുറച്ച് സാധനങ്ങൾ പുറത്തുണ്ട്. അപ്പോൾ കട അടക്കുന്ന സമയത്താണ് ഇതിനെ കണ്ടതെന്ന് പറഞ്ഞ് എല്ലാം ഇറങ്ങി പോയി എന്നാണ് പറഞ്ഞത്. എന്താ സംഭവം? കടട്ടാ സൂപ്പറായിട്ട് മുടിയൊക്കെ കട്ട് ചെയ്ത് തരും അല്ലേ? അപ്പൊ എന്തായാലും വജിതാക്കാന്റെ കടയിൽ വരുന്നേ. ഇവിടെ പാമ്പ് കയറിയെന്ന് വിചാരിച്ചിട്ട് ഇനി വരാതിരിക്കാം. അപ്പൊ എന്തായാലേ നമ്മള് ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് നമ്മളെ റെസ്ക്യൂവിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്യാമറമാനാണ്. ഇവിടെ വന്ന രതീഷേട്ടനാണ് നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ. രതീഷേട്ടൻ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ എടാന്ന് വിളിക്കാം. അപ്പോഴേ നമ്മള് എങ്ങനെയായാലും റെസ്പെക്ട് ചെയ്യും, ഉറപ്പാണ്. ഒപ്പം പഠിച്ചതാണ്. ഇവ പഠിക്കാത്തോണ്ട് എവിടെ എത്തിയില്ല, ഞാൻ പഠിച്ചോണ്ട് ഇവിടെ പാമ്പുടുത്തം വരെ എത്തി. എന്താ ബോസേ ഇതാ സലാണ്ട്. പിന്നെ അപ്പോഴേ നമ്മൾ ഇനി ഒട്ടും സമയം കളഞ്ഞില്ല, നമ്മളെ റെസ്ക്യൂവിലേക്ക് പോവുകയാണ്. ചേരാണെങ്കിലും മുറുക്കനാണെന്നുണ്ടെങ്കിലും ആർക്കും ഒരു ആപത്ത് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ റെസ്ക്യൂവിന് പോവുകയാണ്. നല്ല രീതിയിലുള്ള റെസ്ക്യൂ ആവുമെന്ന് വിചാരിക്കുന്നത്. കുറേ സാധനങ്ങൾ നമ്മൾക്ക് ഇവിടുന്ന് ഇറക്കാനുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളഞ്ഞില്ല. ഞങ്ങളൊന്ന് സഹകരിക്കണം കേട്ടോ നാട്ടുകാർ. ഓക്കെ അല്ലേ? ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ നിർത്തിയാണ്, റെസ്ക്യൂവിലേക്ക് പോവുക. ഓക്കെ. സുരേഷ് ഇതെന്തിനാ എടുക്കണെന്നറിയോ? ഇത് പുറത്തേക്ക് ചാടി ആരൊക്കെ ഓടും നോക്കാനായിരുന്നു. വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ മുണ്ടെടുത്തിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ചേരാണെന്നുണ്ടൊക്കെ പായും. അപ്പൊ ഇനി മുണ്ട് തടഞ്ഞു വീഴുമ്പോ ബാക്കി മൂർഖനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിന്നൊരു പിടിക്കാൻ ഡീസന്റ് ആണ്. ചേർന്ന കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടപ്പെട്ട പച്ചില് പോയി. ആരാ പറഞ്ഞേ? ഈ സെൽഫ് നോക്കി ഈ സെൽഫ് ഇങ്ങനെ പോയത് അതൊന്നും വീഡിയോ കേട്ടാ. അരിയല്ലോ മാറുന്നുണ്ട് പേരെ. ചെല്ലി ടോർച്ച് അടിച്ച് നോക്കി ആരെങ്കിലും ആരെങ്കിലും ഉള്ളിൽ കറക്റ്റായിട്ട് കുറച്ച് പണിയുണ്ട്. കച്ചവടമല്ലോ.
തിരിച്ചു പോയിട്ടില്ല എന്തായാലും. ഇത് കയറിയ പാടന്നെ ഇവിടെ ആളുണ്ടായിരുന്നു. കണ്ട കണ്ട നോക്കണം. ഈ ഭാഗം നോക്കാന്ന് പറഞ്ഞപ്പോഴേ അവിടെ തന്നെ നോക്കണം. അപ്പോഴേ എല്ലാരും കാര്യം പറയണ്ട. എല്ലാരും മാറി ആയിക്കൂടെ നോക്കണം. പാമ്പിന്റെ കാലുവിന്റെ വാലും കൂടി ആയി. പിന്നെ അപ്പൊ നല്ല അസല് മുർഗേഷനാണ് ഇവിടെ ഉള്ളത്, ചേരല്ല. അപ്പൊ വെച്ചാ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഈ കടലിന്റെ മുതലാളിന്റെ പേര് ബേബി മോന് വളരെ എന്താ പറയാ എങ്ങനെ രക്ഷപ്പെട്ടു പറഞ്ഞത്. ബേബി മോന് ഇത് 60 ചേര എന്ന് പറഞ്ഞ് ചേരല്ല, നല്ല അസല് മൂർക്കനാണ്. അത്യാവശ്യം സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ആദ്യം വന്ന് പറഞ്ഞത് ഇങ്ങനെ പോയി നോക്കാന്ന് വിചാരിച്ചത്. പിന്നെ ഒരാൾ പറഞ്ഞു ഇവിടെ, പക്ഷെ ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. ഒന്നാമത് ഇവിടെ സൗണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ എന്തിന് വയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തുനിന്ന് ആരങ്ങളെ മുതലാളി. അപ്പൊ നമ്മളെ പാമ്പിനെ ഒന്നില്ല ഇവിടെ ഇല്ല നോക്കിയതാണ്. പാമ്പിനെ മുതലാളി മുങ്ങിയതായി അറിയിച്ചു പോയി. പിന്നെ കിഷോർ ചേട്ടനാണ് നമ്മളെ പാമ്പിനെ കണ്ടെത്തിയത്. പിന്നെ വേറൊരു കാര്യമില്ല, ഞാൻ പാമ്പിനെറ്റ് വരുമ്പോൾ അങ്ങോട്ട് തള്ളി എന്തായാലും ഓടിക്കോളൂ. സുന്ദരേശ ചട്ടിനുള്ളിൽ ഒഴിക്കരുത്, ചട്ടിനിട്ട് മറക്കാൻ മയ്യത്തൊന്നല്ലോ. ഈ ബക്കറ്റ് ബാക്കിൽ ചെറുക്കല്ല, അതിനേക്കാളും അപ്പുറം. ഒന്നിച്ചോ മാറി
അത് മൂർഖനാണ്. പുറത്തുകൂടെ അപ്പോഴേ നമ്മളെ ബേബി ഏട്ടന്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട്. ഇവിടെ പലർക്കും ഉള്ള ഒരു അഭിപ്രായം വരുന്നത് ചേരയാണെന്നുള്ളത്. ചേരല്ല, നല്ല അസൽ മൂർഖനാണ്. അപ്പോൾ ചേരനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇന്നൊന്ന് നോക്കിയാൽ മതി. ചേർന്ന അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല മെലിഞ്ഞിട്ടും ഉടലല്ല മണ്ണുണ്ടാവും. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, തല മണ്ണുണ്ട്, ഉടലും മണ്ണുണ്ട്. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ തൊലി വരുന്നത് വലന്റെ കണ്ണി പോലെയാണ്. ഏത് വരാ? ചേരന്റെ വരാ. ഈ മൂർഖന്റെ വരാ അരിമണി ഒട്ടിച്ച് വെച്ച പോലെയാണ്. അപ്പൊ രണ്ടും മനസ്സിലാക്കുക. ചേരന്റെ വലക്കണ്ണി പോലെയാണ്, മറ്റേത് അരിമണി ഒട്ടിച്ച് വെച്ച പോലെയാണ്. അങ്ങനെയാണ് ചേരന് ഇതിന് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. പിന്നെ തല ചെറുതായിരിക്കും, നല്ല സ്പീഡ് ഉണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പൊ എന്തോ ഒരു എന്താ പറയാ, എന്റെ മറ്റൊരാൾ പേര് ബേബി ഏട്ടൻ എപ്പോഴോ ചെയ്ത പുണ്യം കൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആവില്ല കൂടുക അല്ലെ, ഒരു സങ്കടത്തിന്റെ ലെവലിലാണ് കൂടുക. എന്തായാലും ബേബി ഏട്ടൻ നാളെ പോയിട്ട് കോച്ചേന്റെ ടിക്കറ്റ് എന്താണെന്ന് എടുക്കുക, അല്ലെ എന്താണെന്ന് എടുത്താളി. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇതിന്റെ ക്യാമറമാനായിരുന്നു. ഇത് നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്താ പറയാ, മതി എനിക്ക് അവസാനിച്ചിരിക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു. ഇതായിരുന്നു നമ്മളെ ഫ്രണ്ട് രതീഷ്. ഇവരെ ഏൽപ്പിച്ച് നമ്മളെ പറ്റിച്ച് ക്യാമറ. അപ്പോ റെഡി. അപ്പൊ നമ്മൾ നിർത്തിയത്. ഓക്കെ, താങ്ക് യു.